മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി RJD ജില്ലാ കമ്മിറ്റി രംഗത്ത്. കേരളത്തിലെ 4 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഉടൻ പുതുക്കി നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് RJD ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് അടിമാലിയിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ കൂടിയാലോചന നടത്തി തുടർ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും കോയാമ്പാട്ട് വ്യക്തമാക്കി. ഇപ്പോൾ 4 ജില്ല മാത്രമല്ല, ഇപ്പോൾ കേട്ടിടത്തോളം ഈ കൂട്ടമായി മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഒഴുകി കടലിലേക്ക് പോകേണ്ടി വന്നാൽ ആ വെള്ളത്തെ സ്വീകരിക്കാതെ കടൽ പോലും അത് തിരിച്ചു തള്ളും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയൊക്കെ ആ തരത്തിൽ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ വലിയ വിപത്ത്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വിപത്താണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. അതിൻ്റെ ഗൗരവത്തിൽ കാണുവാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏക പ്രതീക്ഷയുള്ള നീതിപീഠം പോലും അത്തരത്തിൽ ഒരു പരിശോധന നടത്തുവാനോ അതിന് ഉചിതമായ തീരുമാനം കണ്ടെത്തുവാനോ വിധി പ്രഖ്യാപിക്കുവാനോ നീതിപീഠത്തിന് പോലും കഴിയുന്നില്ല. അപ്പോൾ ആരുടെയൊക്കെയോ താല്പര്യത്തിന് വശങ്ങളായിക്കൊണ്ട് ആരുടെയൊക്കെയോ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ കുറേ ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്ന ശേഷിയുള്ള പ്രകടശേഷിയുള്ള ഈ മുല്ലപ്പെരിയാർ ഡാമിനെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് വലിയ ജനദ്രോഹമാണ്. അത് ഈ ജനങ്ങൾക്കും അതുപോലെ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ നാശമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അടിയന്തരമായി ഇത് ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം. ഇതിപ്പോൾ അതാണ്ട് 90 മുതൽ ഞങ്ങൾ ജനതാദളാണ്, യുവജനതാദളാണ് ആദ്യമായി ഈ മുല്ലപ്പെരിയാർ സമരമായി ഉയർത്തി രംഗത്ത് വരുന്നത്. ആദ്യമായി മുല്ലപ്പെരിയാർ അപകട ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് 1990-ലാണ് സമരം ആരംഭിക്കുന്നത്. അന്നു മുതൽ ആരംഭിച്ച സമരം ഏതാണ്ട് 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ തുടരുകയാണ്. ഈ സമരത്തിൻ്റെ തുടർ നടപടി നിലയ്ക്ക്, ഈ ആവശ്യത്തിൻ്റെ തുടർ നടപടി രീതിയിലേക്ക് ശക്തമായ സമരത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ പോവുകയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് അടുത്ത മാർഗത്തെക്കുറിച്ച് ആലോചിക്കും. ഇതിൻ്റെ പിന്നാലെ ലക്ഷ്യം കാണുന്നവരെയുള്ള സമ്മർദ്ദവുമായി പാർട്ടി ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട്.